ലൈംഗികാരോപണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത കോഴിക്കോട് സ്വദേശി ദീപകിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ്. ബസിൽ ചിത്രീകരിച്ച വീഡിയോ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഷിംജിത ദീപകിനെ ഭീഷണിപ്പെടുത്തിയോ എന്ന സംശയത്തെ തുടർന്നാണ് പരിശോധന. ഷിംജിതയുടെ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനയും വേഗത്തിലാക്കും. AK അഭിലാഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. AK അഭിലാഷ്, ഇപ്പോൾ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനയാണ്. എന്തായാലും ഷിംജിത പറഞ്ഞതിന് നിലവിൽ ഒരു തെളിവും പോലീസിന് മുന്നിലില്ല. ഷിംജിതയുടെ പരാതിയിൽ കേസെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? ഒരു തെളിവും ഷിംജിതയ്ക്ക് അനുകൂലമായിട്ടില്ല. ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോവുകയാണോ ഫോൺ? തീർച്ചയായിട്ടും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഫോൺ വിധേയമാക്കുന്നു. ഷിംജിയുടെ ഫോൺ നേരത്തെ തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദീപകിന്റെ ഫോൺ കൂടി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഏതായാലും നേരത്തെ കന്യക, അതായത് ദീപകിന്റെ മാതാവ് നൽകുന്ന പരാതിയിലാണ് ഷിംജിതയ്ക്കെതിരെ ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ഷിംജിത ദീപകിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അത് അന്വേഷിക്കണമെന്നാണ് അവർ പറയുന്നത്. സമാനമായ പരാതി അല്ലെങ്കിൽ ഇത്തരത്തിൽ അവർ നടത്തിയ ഒരു അന്വേഷണത്തിൽ ഷിംജിത നേരത്തെയും പലരെയും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടി എന്നുള്ള ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പരാതി നൽകുന്നതെന്നാണ് ദീപകിന്റെ മാതാവ് പറയുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് കൃത്യമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ രണ്ടുപേരുടെയും ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോകുന്നത്. കാരണം കോൾ മുഖേനയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ മുഖേനയോ ഷിംജിത ദീപകിനെ ഭീഷണിപ്പെടുത്തിയോ എന്നാണ് അറിയേണ്ടത്. അതിന്റെ പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും ഷിംജിതയുടെ ജാമ്യാപേക്ഷ ഇന്ന് 11 മണിക്ക് ശേഷം കുന്നമംഗലം കോടതി പരിഗണിക്കുന്നുണ്ട്. ഷിംജിത ദീപക് ഇഷ്യൂ പ്രതീക്ഷിക്കാത്ത വേറൊരു വഴിത്തിരിവിലേക്കാണ്. ഷിംജിതയ്ക്ക് ജാമ്യം കിട്ടണ്ട. ഓക്കെ, അപ്പോ ഇതിനകത്ത് വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ഹണി ട്രാപ്പ് ആണ് ഇതിനകത്ത് ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ കൂട്ടുകാരൻ, അതായത് ദീപകിന്റെ കൂട്ടുകാരൻ പറഞ്ഞത് വിളിച്ച് സംസാരിച്ചതാണ്. അപ്പൊ ഓക്കെ ആയിട്ടൊക്കെ സംസാരിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് അയച്ചു കൊടുക്കാൻ പറഞ്ഞു, അയച്ചു കൊടുത്തു. അപ്പൊ ഒരു സെക്കൻഡ് വീഡിയോ ആണ് ഇതിനൊക്കെ പ്രശ്നം ഉണ്ടായെന്നാണ് പറയുന്നത്. പക്ഷെ അതിന് തിരിഞ്ഞിട്ട് സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷിംജിത എന്ന് പറയുന്ന വ്യക്തി പല ആൾക്കാരുടെ കയ്യിൽ നിന്നും ഇങ്ങനെ വീഡിയോസ് എടുത്തിട്ട്, ഇങ്ങനത്തെ ആണുങ്ങളെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അതായത് പെൺകുട്ടികളുടെ വീഡിയോസ് എടുക്കുക, അല്ലെങ്കിൽ മോർഫ് ചെയ്തിട്ടൊക്കെയുള്ള വീഡിയോസ് ഒക്കെ എടുത്തിട്ട്, ലേഡീസ് ഉണ്ട് കേട്ടോ, ഹണി ട്രാപ്പ് ചെയ്യുന്ന ലേഡീസ് ഒക്കെ ഉണ്ട്. പക്ഷെ ദീപകിന്റെ കേസിൽ ഞാനത് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഒരു ബസ് ഇഷ്യൂവിലേക്ക് പോകുന്ന സംഭവത്തിനെ ഡൈവേർട്ട് ചെയ്ത് ഹണി ട്രാപ്പിലോട്ട് പോകുന്ന ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. അപ്പം ഇങ്ങനെ പൈസ വാങ്ങിക്കാറുണ്ട്, ചോദിക്കാറുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പൊ ഇതിനകത്ത് 2-3 കാര്യങ്ങൾ എനിക്ക് നോട്ടീസ് ചെയ്യാൻ തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ദീപക് ഓൾറെഡി ഒരു 45,000 സംതിങ്ങിന്റെ പൈസയുടെ വിഡ്രോവലിന്റെ കാര്യം സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഷിംജിത ജയിലില് സുഖവാസമാണ്, രാത്രി കിടന്നുറങ്ങുന്നതിന്റെ ഇടയിൽ ഞെട്ടി എണീക്കുന്നുണ്ട്, റിലേ പോകുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. കാരണം എന്താ പറയാ, ഒരു കർമ്മ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് എവിടെ പോയാലും നമ്മളെ ഹോണ്ട് ചെയ്യുക തന്നെ ചെയ്യും. അപ്പോ വിഡ്രോ ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം ഒരു വീഡിയോ ഇട്ടു, പിന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് പിന്നെ വേറൊരു വീഡിയോ ഇട്ടു. അപ്പൊ എനിക്ക് തോന്നുന്നത് ചില ഈ ഹണി ട്രാപ്പ് ചെയ്യുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ ഷിംജിതയെ സംബന്ധിച്ചിടത്തോളം ഷിംജിതയുടെ ഒരു സൈക്കോളജി എനിക്ക് മനസ്സിലായത്, ഷിംജിത ബ്ലാക്ക്മെയിൽ ഇത് പൈസ ചോദിച്ചിട്ടുണ്ടാവും, ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോ ആ എമൗണ്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എമൗണ്ട് കിട്ടുമെന്ന് മനസ്സിലായിക്കാൻ അപ്പൊ ഷിംജിത എമൗണ്ട് കൂട്ടി പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ സാധനം കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പൊ ആദ്യം ഒരു വീഡിയോ എടുത്തു, അത് ഡിലീറ്റ് ചെയ്തു, രണ്ടാമതൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ആൻഡ് വേറൊരു ഫാക്ടർ വരുന്നത്, ഇതിനകത്ത് ഈ ഫ്രണ്ട് പൈസയുടെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പൈസ ചോദിച്ചിട്ടുണ്ടോന്ന് നമുക്കറിയില്ല. പക്ഷെ മറ്റാൾക്കാരിൽ നിന്നൊക്കെ പൈസ ഷിംജിത ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ഇപ്പൊ നമ്മൾ ന്യൂസിൽ കേട്ടത്. ഒരു ഹണി ട്രാപ്പ് ടെൻഡൻസി അവിടെ കാണുന്നുണ്ടെന്ന്. അപ്പൊ ഒരുപക്ഷെ ഇനി ഫ്രണ്ട്സിനോട് പറയാതെ അല്ലെങ്കിൽ ഫ്രണ്ടിനോട് പറയാതെ പൈസയുടെ കാര്യമൊന്നും ആരോടും പറയാതെ ഒതുക്കി തീർക്കാം എന്നുള്ള രീതിയിൽ ചിലപ്പോ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ടോ എന്തോ നമുക്കറിയത്തില്ല. എന്തായാലും പണിയെടുത്ത് പൈസ ഉണ്ടാക്കുക, അതല്ലാതെ ഇമ്മാതിരി വൃത്തികേടൊക്കെ കാണിച്ച് വീഡിയോസ് ഒക്കെ ആ വീഡിയോസിലൊന്നും യാതൊരു വിധത്തിലുള്ള എന്താ പറയാ നോട്ടീസബിൾ കണ്ടന്റും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഷിംജിതെ പോലത്തെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറെ ആക്ടിവിസ്റ്റുകൾ, ഉദാഹരണത്തിന് ശ്രീലക്ഷ്മി അറയ്ക്കൽ, സമൂഹത്തിലേക്കും വെച്ചിട്ട് ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. വൈ? ബിക്കോസ് ആ ദീപകിന്റെ ആക്ടിൽ പോലും ബാഡ് ടച്ച് ഉണ്ടെന്ന് തമ്മിൽ വന്നിരുന്ന് സംസാരിച്ച ലേഡിയാണ് അദ്ദേഹം. ലേഡിയാണ് ശ്രീലക്ഷ്മി അറയ്ക്കൽ. ഇവരെയൊക്കെ എങ്ങനെ ഉൾക്കൊള്ളണം, എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം, എന്താണ്, ഇവരൊക്കെ പുരുഷവിരോധിയാണ്. അക്ഷരം തെറ്റാതെ വിളിക്കാം പുരുഷവിരോധിയാന്നുള്ളത്. അപ്പം ഇങ്ങനെ ഒരു ഹണി ട്രാപ്പ് പൈസ ടെൻഡൻസി ഉണ്ടാവും. ചിലപ്പോൾ ലക്ഷങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും, അത് കൊടുക്കാനുള്ള സാമ്പത്തികം ഇല്ലാഞ്ഞിട്ടോ എന്തോ ഏതോ അവിടെ എന്തോ ഒരു സംഭവം. അത് കൂടുതൽ ഇനി ഷിംജിതയുടെ ഭാഗത്തു നിന്നാണ് കിട്ടേണ്ടത്. നമുക്ക് അത് കിട്ടാഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ. രണ്ടാമത് വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് അതിൽ
മൊത്തം കയ്യിൽ നിന്ന് പോയിട്ട് ആത്മഹത്യ ചെയ്തതാണോ എന്നൊക്കെ സംശയമുണ്ട്. പക്ഷെ ഈ മനുഷ്യന് ഇതൊന്ന് സ്പീക്ക് ഔട്ട് ചെയ്തിരുന്നെങ്കിൽ, ആ ഫ്രണ്ടിനോടെങ്കിലും വിളിച്ചൊന്ന് സ്പീക്ക് ഔട്ട് ചെയ്തിരുന്നെങ്കിൽ, അതെങ്കിലും ഒത്തിരി ധൈര്യം കാണിച്ച് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് ഇറങ്ങി അവനവന്റെ സത്യസന്ധത പ്രൂവ് ചെയ്യാൻ കാണിച്ചിരുന്നെങ്കിൽ ഒന്ന് ഓർത്തു പോവുക. പക്ഷെ ഇതാണ് ഞാൻ പറയുന്നത്, ഓരോരുത്തരുടെ മനക്കെട്ടി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതേപോലെ ഇവിടെ നിന്ന് പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടാവും, അദ്ദേഹത്തിന് അതൊട്ടും താങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല, അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് പറക്കി കൂട്ടി കൊടുക്കാൻ നോക്കിയിട്ടുണ്ടാവും. ചെയ്യാത്ത കുറ്റത്തിന് ഞാനതിന് പൈസ തരണം എന്നുള്ളത് സ്റ്റബേനായിട്ട് നിന്ന് ചോദിക്കാനുള്ള ഒരു മനക്കെട്ടിയും ധൈര്യം ഇല്ലായ്മയ്ക്കാണ് ആക്ച്വലി സംഭവിച്ചത്. ഷിംജിതെ പോലത്തെ സ്ത്രീകളെ എത്രയും വേഗം ഇവിടെ നിന്ന് തുടച്ചു മാറ്റണം. എന്നാലും ഇത്രയും കൊടും വിഷമായിട്ടുള്ള ഒരു ലേഡി ജാമ്യം കിട്ടരുത്. ജാമ്യം കിട്ടാതെ ഇപ്പൊ ജാമ്യമൊക്കെ കിട്ടിയാ പിന്നെ എന്താ ഇത്, വെള്ളരിക്കപ്പെട്ടണോ? ഷിംജിത എന്നും റിപ്പീറ്റഡ് ആവാത്ത വേർഷൻസ് ആണ്, റിപ്പീറ്റ് ആവാൻ പാടില്ലാത്ത വേർഷൻ ആണ്. ഷിംജിതക്കൊക്കെ ജാമ്യം കിട്ടിയ പിന്നെ എന്താണ്, നമുക്കൊക്കെ നിയമത്തിനോട് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെക്ക് ചെയ്തപ്പോ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. വീഡിയോസിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും ഫോൺ ഉണ്ടെങ്കിൽ പരിശോധനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോ നല്ല എമൗണ്ട് ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാതെയും വലിയൊരു ത്രെട്ടനിങ്ങും എല്ലാം കൂടെ ആയിട്ട് മൊത്തം കയ്യിൽ നിന്ന് പോയിട്ടായിരിക്കും അദ്ദേഹം ഒരു പക്ഷേ ജീവിതം അവസാനിപ്പിച്ചത്. കാരണം പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഇവിടുന്ന് ചില ആൾക്കാരുണ്ട്, മനസ്സിലായി, ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് മെന്റലി ഡൗൺ ആണെന്ന് മനസ്സിലായി നന്നായിട്ട് പിരികേറ്റി ഹരാസ് ചെയ്യിപ്പിക്കും, ഹരാസ് ചെയ്ത് സൂസൈഡ് ചെയ്യിപ്പിക്കും. അങ്ങനത്തെ ചില ആളുകളുണ്ട്. അപ്പോ അത് നല്ല രീതിയിൽ ഷിംജിതയുടെ ഭാഗത്തു നിന്ന് ആ ഒരു ത്രെട്ടും കാര്യങ്ങൾ പോയതിന്റെ ഭാഗമായിട്ടാണ് മൊത്തം കയ്യിൽ നിന്ന് പോകുന്നത്. എനിക്ക് തോന്നുന്നു 45,000 കാര്യത്തിൽ നിന്ന് മേലോട്ട് കിട്ടുന്ന മനസ്സിലായപ്പോ ഇവിടെ എമൗണ്ട് കൂട്ടി പറഞ്ഞിട്ടുണ്ടോ. അപ്പൊ എത്ര ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇവരപ്പോ ഇങ്ങനെ പൈസ വാങ്ങിച്ചിട്ടുണ്ടാവും? ആ പുരുഷന്മാരൊക്കെ മുന്നോട്ട് വരണം, സംസാരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്.